ഇപ്പോൾ 2026 നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് കേരള സംസ്ഥാനത്തിൽ. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന് ചേട്ടന് ഉറപ്പുണ്ടോ? ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസും ഉണ്ട്. അല്ല, എന്നാലും ഒരു വോട്ടർ എന്ന നിലയ്ക്ക്, ഒരു പൗരൻ എന്ന നിലയ്ക്ക് പൗരൻ നിലയ്ക്ക് ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാരൊന്നും ചെയ്തിട്ടില്ല. വളരെ ആർജവത്തോടെ തന്നെ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യമായാലും നമ്മളെ റോഡുകളുടെയൊക്കെ കാര്യങ്ങളായാലും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നല്ല നേതൃത്വം അതിനൊരു ലീഡ് ചെയ്യാനുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് സഖാ പിണറായി വിജയൻ. പോരായ്മകളൊക്കെ ഉണ്ടാവാം, കാരണം മനുഷ്യരല്ലേ. ആ പോരായ്മകളുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക്, ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർപ്പുണ്ടാവാം. എതിർക്കപ്പെടേണ്ടതാണല്ലോ, അങ്ങനെ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അതിന് വേറെ വിഷയമല്ല. എന്നിരുന്നാലും നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് പിണറായി വിജയൻ വരാൻ തന്നെയാണ് സാധ്യത. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. രാഷ്ട്രീയപരമായിട്ട് അവർ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇനിയും വരുമായിരിക്കും, ഇല്ലെങ്കിൽ അവർ പരാജയപ്പെടുമായിരിക്കും. അത് ജനങ്ങളെ കയ്യിലാണ് ഇരിക്കുന്നത്. അല്ല, എന്നാലും വോട്ടവകാശമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് എന്താണ് ചേട്ടൻ എങ്ങനെ അതിനെ നോക്കി കാണുന്നു? രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ വേറെ യൂണിയനിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയം വേറെയാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ചെയ്യുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ല കാര്യം ചെയ്തിട്ടുള്ള അവർ വീണ്ടും വരുമെന്നാണ് പറയുന്നത്. നല്ല കാര്യം ചെയ്താൽ വീണ്ടും വരുമായിരിക്കും. പിണറായി വിജയൻ തന്നെ വരും. അതിനുള്ള പ്രവർത്തനങ്ങളും എല്ലാം കാഴ്ചവെക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ വിഴിഞ്ഞം പദ്ധതിയൊക്കെ വന്നതൊക്കെ വലിയ നമ്മുടെ നാടിന് വലിയ അഭിമാനമായി എന്ന് തന്നെയാണ് കാണേണ്ടതല്ലേ? കാണാൻ വിഴിഞ്ഞം പദ്ധതിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന അതിൻ്റെ രീതിയിലുള്ള ഇതാണ്. വരില്ല, നിങ്ങളെന്നാ കുത്തിക്കൊണ്ടാലും ചെയ്യുന്നത് വരില്ല. അപ്പോൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്താണ് മാവന്? കേരളത്തെ നശിപ്പിച്ച ആളെയാണ്. പക്ഷേ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. വിഴിഞ്ഞം പദ്ധതി വന്നിട്ടുണ്ട്, അങ്ങനെ ഒന്നും ചെയ്യില്ല. കേരളം നാശക്കോട്ടായതേ ഉള്ളൂ. ക്ഷേമ പെൻഷനും കാര്യങ്ങളൊക്കെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അത് തന്നെ കിട്ടാതെ ഇത്രയും നാളുണ്ട്. കിട്ടണം 4 മാസം കുടിശ്ശികയുണ്ട്. 4 മാസം കുടിശ്ശിക കിട്ടാനുണ്ട്. അപ്പോൾ പൈസയാണ്. അപ്പോൾ അദ്ദേഹം ഇനി വരില്ല എന്നാണ് മാവൻ്റെ അഭിപ്രായം? വരില്ല. ഉറപ്പ്. അല്ല, ഇപ്പോഴത്തെ ഭരണരീതി അനുസരിച്ച് അവർ പിണറായി സർക്കാർ തന്നെ വരാനാണ് സാധ്യത. ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇടതുപക്ഷം ഗവൺമെൻറ് വരാനാണ് സാധ്യത. അപ്പോൾ അവരുടെ ഭരണത്തിൽ ചേട്ടൻ പൂർണ്ണ തൃപ്തനാണ്? മറ്റുള്ള അഭിപ്രായം വന്നിട്ടൊന്നും ചെയ്യാനില്ല. വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. കേരളത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാനുള്ള അവരുടെ കയ്യിൽ സാമ്പത്തികമോ വേറെ ഒന്നുമില്ല. ഇതിനേക്കാളും ദരിദ്രമായിട്ട് പോവുള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു 3-4 തലമുറയ്ക്കുള്ള കടം ആയി കിടക്കുകയാണ്. അപ്പോൾ ഇനി അത് തീർത്തിട്ട് വരുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അനുഭവം. വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിത അനുഭവങ്ങളെല്ലാം. അതെ. അല്ല, അവരിപ്പോൾ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ ഭയങ്കരമായ ഇപ്പോൾ ഇവരെല്ലാം രാഷ്ട്രീയമല്ലേ കളിക്കണം. അല്ലാതെ നമുക്ക് കാര്യം നടത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അടിസ്ഥാനപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. റെയിൽവേയുടെ ഇതെത്തിയിട്ടില്ല. കണ്ടെയ്നർ പോകാനുള്ള റോഡിൻ്റെ ഇത് കേരള ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കേരള പദ്ധതി വരുമെന്നൊക്കെ അവർ പറയുന്നുണ്ടല്ലോ. നടക്കാത്ത കാര്യമാണ്. ഇവിടെ ഒരു ചെറിയ കലിങ്ക് ചെയ്യാൻ 2.5 വർഷമാണ്. ഒരു കലിങ്ക് ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൽ ഇത്രയും കിലോമീറ്റർ ചെയ്യാനായിട്ട് എത്ര വർഷം എടുക്കും? നടക്കണ കാര്യമാണ് അതൊക്കെ. നമ്മുടെ കൊക്കിൽ നിങ്ങൾ ഒതുങ്ങാവോ? ഉള്ള ട്രെയിനുകളിൽ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ബോഗികൾ കൂട്ടുക, അങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ചെയ്യാനുള്ള സാമ്പത്തികം പോലും ഗവൺമെൻറ് ഇല്ല. നമ്മൾ കേരളയിലൊക്കെ സ്വപ്നം കാണാക്കാത്ത കാര്യമൊക്കെ വെറുതെ പറഞ്ഞ് പറ്റിക്കേണ്ട കാര്യമുണ്ടോയെന്നുള്ളതാണ് പറയുന്നത് ഞാൻ എൻ്റെ അഭിപ്രായം. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അവരിനി വന്നാൽ തന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇല്ല, അവർക്ക് മുന്നോട്ട് പോകാനുള്ള പൈസ ഇല്ല. അവരിൽ ഈ റവന്യൂ വരുമാനം ഇല്ല. ആ പൈസ എല്ലാം കിട്ടുന്ന റവന്യൂ വരുമാനം മുഴുവൻ പരിശീലനത്തിലും മറ്റേതിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പൈസ വേണമല്ലോ. എത്ര നാൾ കടം വാങ്ങിച്ച് ജീവിക്കും നമ്മൾ? മനുഷ്യൻ്റെ ജീവിതം രീതിയാണ് ഞാൻ പറഞ്ഞത്. കാര്യം കടം വാങ്ങിച്ച് ഒരു വീട്ടിലായാലും എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? എത്ര ആൾ കടം കൊടുക്കും? അതൊന്നും ഒരു ഇതൊന്നുമല്ല. സ്ഥായിയായിട്ടുള്ളൊരു ഗവൺമെൻറ് വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. കുറേ കടങ്ങളൊക്കെ ആദ്യമേ തീർത്തുകൊണ്ട് പുതിയതായിട്ടൊരു കേരളം ഉണ്ടാക്കിയാലേ വെക്കുള്ളൂ. അത് ആര് വരണമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓക്കെ, ശരി ചേട്ടാ. ഭരണമാറ്റം എപ്പോഴും ഒരു അനിവാര്യമാണ്. തീർച്ചയായിട്ടും എപ്പോഴും ഒരു ഭരണമാറ്റം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്പോസിഷൻ നിൽക്കുന്നവർക്കും പുതിയ
നല്ല രീതിയിലുള്ള ആശയങ്ങൾ വരുള്ളൂ. ഇപ്പം മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിണറായി രണ്ടാം സർക്കാർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മന്ത്രിമാരും പുതിയ ആൾക്കാർ തന്നെയാണ്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു വ്യത്യസ്തത ഉണ്ടാവണം എപ്പോഴും. അതെ, വ്യത്യസ്തത വേണമെന്ന് തന്നെയാണ്. അപ്പോൾ മാറി മാറി ഒരു പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും നമ്മളെ കേരളത്തിൽ നടപ്പാക്കുകയും വികസനം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യുമെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത്. അതെ 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 അതെ. ഇപ്പോൾ 2026 അടുത്ത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ്. അപ്പോൾ അടുത്തും അവർ തന്നെ വരുമോ? എന്താണ് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചേട്ടൻ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അല്ല, അവർ തന്നെ വരുമെന്ന് രാഷ്ട്രീയപരമായിട്ട് ആര് വരുമെന്ന് ഇപ്പം എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അല്ല, എന്നാൽ അവരുടെ ഇത് മനസ്സിലാക്കി ജനങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തല്ലേ ഈ പ്രാവശ്യം കിറ്റാ അല്ലെങ്കിൽ പെൻഷനോ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കുത്തിക്കൊള്ളും. ജനങ്ങൾക്ക് അത് മതിയല്ല, എന്തെങ്കിലും മതിയല്ല. അല്ലാതെ ഇപ്പം എങ്ങനെയാണ് അവസ്ഥയെന്ന് നോക്കിയെന്നാൽ അവർ പക്ഷെ മനസ്സിലാക്കാൻ കഴിയുന്ന ജനങ്ങളുണ്ട്. പക്ഷേ സമയം ഈ രാഷ്ട്രീയക്കാരില്ലേ, അവർ അതിൻ്റെ രീതിയിൽ തന്നെ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി കൊടുക്കും. വീണ്ടും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമേ അത്രയും പറയാനുള്ളൂ. മനസ്സിലായി. പിന്നെ ആര് വന്നാലും ജനങ്ങൾ കഷ്ടപ്പെട്ടാൽ അവർ ജീവിക്കാൻ പറ്റും. അതാണ്. പിന്നെ ബുദ്ധിപൂർവ്വമൊക്കെ ചെയ്യുക. 110 സീറ്റ് വരും, ഉറപ്പ്. തീർച്ചയായിട്ടും. എന്താണ് കുഴപ്പം ആ സർക്കാരിന്? ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നു, ട്രാൻസ്പോർട്ട് ജീവനക്കാരൻ്റെ പെൻഷൻ കൊടുക്കുന്നു. ആ പെൻഷനെല്ലാം സ്കൂളുകളിലെല്ലാം മാറ്റം, പാഠപുസ്തകങ്ങളെല്ലാം നേരത്തെ തന്നെ എത്തുന്നു, യൂണിഫോം എത്തി. അപ്പോൾ പിന്നെ ഒരു ആരോഗ്യ മേഖല സർക്കാരിന് പിന്നെ എന്തിട്ട് പഠിക്കണം? റോഡുകൾ കണ്ടില്ലേ, സ്മാർട്ട് റോഡുകളല്ലേ. അപ്പോൾ സ്മാർട്ട് റോഡുകളാണ്. അപ്പോൾ അവരുടെ ഭരണ സംവിധാനത്തിൽ പൗരൻ എന്ന നിലയ്ക്ക് മാവൻ പൂർണ്ണ തൃപ്തനാണ്. 100%. 110 സീറ്റോട് കൂടി സഖാവ് പിണറായി വരും. അപ്പോൾ അടുത്ത പിണറായി വിജയൻ സർക്കാർ തന്നെ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ഭരണമാറ്റം വരുമെന്ന് കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ല. ഇപ്പോൾ സുധാരൻ തന്നെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പിണറായി സർക്കാരിൻ്റെ കീഴിലാണ് അത് നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ മാവൻ പറഞ്ഞു വരുന്നത് അവരുടെ ഭരണത്തിലൊരു പൗരൻ എന്ന നിലയ്ക്ക് മാവൻ പൂർണ്ണ തൃപ്തനാണ്. അപ്പോൾ അടുത്തും അവർ തന്നെ വരും. വീണ്ടും ഈ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരും. അധികാരത്തുറച്ച് 3ാം പ്രാവശ്യവും വരും. അടുത്ത തെരഞ്ഞെടുപ്പ് എന്താ LDF തന്നെ വരും. അതിന് മാറ്റമൊന്നുമില്ല, ഒരു മാറ്റമില്ല. 100-110 സീറ്റ് കിട്ടും, ഞാൻ ധൈര്യമായിട്ട് പറയാണ്. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തനാണ്. അതെ 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 അതെ. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി മറ്റു കേരളത്തിന് അഭിമാനമായിട്ട് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ വിഴിഞ്ഞം പദ്ധതി ഒന്നാമത്തത്. ഇവിടെ ഉള്ള സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളാക്കി. പിന്നെ ജനക്ഷേമ പരിപാടികൾ കണ്ടമാനം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുറവുമില്ല. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയ്ക്ക് പൂർണ്ണ തൃപ്തനാണ്. തിരഞ്ഞെടുപ്പ് പിണറായി സർക്കാർ ഇപ്പം 10 വർഷമായി ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ വികസന കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റോഡുകളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇന്നിപ്പോൾ 9 റോഡ് ഉദ്ഘാടനമാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട്. പിന്നെ അതുപോലെ സ്കൂളുകളുടെ കാര്യങ്ങൾ, പിന്നെ ആതുര സേവന രംഗത്ത് പെൻഷൻ്റെ ക്ഷേമ പെൻഷൻ്റെ കാര്യം, ഉമ്മൻചാണ്ടി 16 പ്രാവശ്യത്തെ മാസത്തെ ഇതാണ് കുടിശ്ശേറ്റിട്ട് പോയത്, അതും കൊടുത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വരും. അപ്പോൾ അവരുടെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തനാണ്. പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എനിക്ക് ആ ഒരു ജാതി പൊളിറ്റിക്സ് എടുത്ത് യാതൊരു. അല്ല, അങ്ങനെയല്ല. എന്നാലും നമ്മളെ കേരളത്തിൽ താമസിക്കുന്ന ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മളങ്ങനെ കാണുന്നതാണല്ലോ. അപ്പോൾ കേരളത്തിലെ അടിസ്ഥാന വികസനങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടാണല്ലോ ഒരു കക്ഷി നമ്മൾ വിലയിരുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും നേരവേ ഭരിച്ച കുഴപ്പമൊന്നുമില്ല. അത് പിണറായി വിജയ സർക്കാരായാലും ശരി, ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ നന്നായിട്ട്. ഇപ്പം ഞാൻ പറയാം, പിണറായി വിജയ സർക്കാരിനെ നമ്മൾ കുറേ കുറ്റം പറയുന്നുണ്ട്, കുറേ നല്ലവരെ പറയുന്നുണ്ട്. എന്നാലും നമ്മളൊരു റെട്രോസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ പ്രളയം വന്നപ്പോഴും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോൾ അത് മാനേജ് ചെയ്യാൻ പുള്ളിക്ക് പറ്റി. അതൊരു ഗുഡ് പോയിൻ്റായിട്ട് ഞാൻ പറയാം. പക്ഷേ മേ ബി പുള്ളിയേക്കാളും നന്നായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സോ ഡിപ്പെൻസ്. വരുന്ന ആൾ നന്നായിട്ട് ചെയ്യുക, ഇപ്പോൾ പോകുന്നതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഏത് റെസ്പെക്റ്റീവ് ഓഫ് ഏത് പാർട്ടി ഇറ്റ്സ് ഫൈൻ. ഭരണകക്ഷി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നാണ്, നല്ല പുരുഷ അധികാരത്തിൽ വരുമെന്നാണ് അറിയുന്നത്, മനസ്സിലാക്കുക. അപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഈ ഭരണ തന്ത്രങ്ങളോടും അല്ലെങ്കിൽ ഭരണപരിഷ്കാരങ്ങളോടും ഒരു പൗരൻ എന്ന നിലയ്ക്ക് ചേട്ടന് താല്പര്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അത് ശരി തന്നെയാണ്. 10 വർഷമായില്ല, ഇനിയിപ്പോൾ അടുത്ത UDF വരും. കാലാകാലം ഇവിടെ മാറി ഒരു പ്രാവശ്യം അങ്ങനെ പറ്റിയെന്നേ ഉള്ളൂ. അടുത്തങ്ങനെ വരാൻ സാധ്യതയില്ല. UDF വരുമെന്നാണ് സാധ്യത.
അത് നമുക്ക് പറയാൻ പറ്റില്ല. ജനങ്ങളെ ഇഷ്ടം അനുസരിച്ചല്ലേ വോട്ട് രേഖപ്പെടുത്തുന്നത്. അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ വോട്ട് ചെയ്യും. അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്നാലും ഒരു 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 വോട്ടവകാശമുള്ള വ്യക്തി എന്ന നിലയ്ക്ക് അതിനെങ്ങനെ നോക്കി കാണുന്നു? പറയാൻ പറ്റില്ല കേട്ടാ. അത് അതിനെ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും പറ്റില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് വോട്ടിടുക എന്നുള്ളത്. അത് ആരും ഇഷ്ടമുള്ളവർ വോട്ടിടും, അവർ ജയിക്കും. ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് അത്ര ഒരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ഭരണം 9 വർഷത്തെ അങ്ങനെയാണ് കാഴ്ച വയ്ക്കുന്നത്. അപ്പോൾ അതിൽ തൃപ്തമല്ല. എനിക്ക് പേഴ്സണലി തൃപ്തിയല്ല. അല്ല. അപ്പോൾ അടുത്ത അവർ വരില്ല എന്ന് ഇല്ലാന്ന് വരില്ലാന്നാണ് തോന്നുന്നത്. നമ്മുടെ മോദിജി മാത്രം വന്നാൽ മതി, വേറെ ആരും വരണ്ട. അല്ല, ഇന്ത്യയിലല്ല, കേരളത്തിൽ BJP വന്നാൽ മതി. ഉറപ്പായിട്ട്. ദൈവമേ, നിങ്ങളിത് വാർത്താ ചാനൽ പിടിച്ചോണ്ടോ നീ എന്നെ ചതിക്കല്ലേ? അങ്ങനെ ഓരോരുത്തർ അഭിപ്രായങ്ങളാണല്ലോ. നമുക്കെല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയം കാണിക്കുവോ? എൻ്റെ ഈശ്വരാ, അത് കുഴപ്പമില്ല. അല്ല എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അയ്യോ ചതിച്ച്. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ അഭിപ്രായം, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ധൈര്യമായിട്ട് പറയാം. അയ്യോ, അപ്പോൾ അവരുടെ ഭരണത്തെ പറ്റി എന്താണ് ഒരു 50-50 എന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത്രേ പറയാറുണ്ട്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? എന്ന് പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? അതിൽ പല കാരണങ്ങളുണ്ട്. ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നും വായിക്കില്ല. ഞാൻ ഇന്ത്യ ആ ഒരു ലെവലിൽ പോകുക. അപ്പോൾ ദേശസ്നേഹമാണ് വരുന്നത്. അതെ. ഓക്കെ, നന്നായിരിക്കട്ടെ. എല്ലാം നന്നായിരിക്കട്ടെ. ശരി മാവാ, താങ്ക് യു. വെൽക്കം.